നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറേ അനാഥപ്രേതങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. അവരെ ഒരിടത്ത് കുടിയിരുത്താൻ അവർ തന്നെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അവരിങ്ങനെ അനാഥപ്രേതമായിട്ട് അവരിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ ചിലതൊക്കെ രക്ഷപ്പെട്ട് പലതിലും ചാടിക്കേറി കുറേ അലഞ്ഞു തിരിഞ്ഞ് ആർക്കും വേണ്ടാത്ത ഇങ്ങനെ അനാഥപ്രേതം പോലെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ചിലയിടത്തൊക്കെ ചെന്ന് ചേക്കേറി രക്ഷപ്പെട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാളാണ് നമ്മുടെ അൻവർ. അദ്ദേഹം ഇതുപോലെ ഡൽഹി മതിലിൽ കയറി ഇറങ്ങി നടന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആശ്രയം കിട്ടിയില്ല. ഇപ്പം അദ്ദേഹത്തിന് അനുഗ്രഹമായത് ഇപ്പം ഈ അറസ്റ്റോടു കൂടിയാണ് അയാൾക്കൊരു രക്ഷ വന്നത് എന്ന് അയാൾ സ്വയം പറഞ്ഞു നടക്കുന്നത്. പിന്നെ ആർക്കും വേണ്ടാത്ത കുറേ ചരക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവിടെ ഒന്നും അനക്കമില്ല, അവിടെ ഒന്നും കാണുന്നില്ല. എവിടാണെന്ന് അറിയത്തില്ല. കേരള കോൺഗ്രസിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികൾ. അവരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങും കയറി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ലാതെ സ്വയം ഒരിടത്ത് തന്നെ ഇപ്പോൾ അവർ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമാണ് എന്നാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥപ്രേതങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആർക്കും വേണ്ടാത്ത ആരും അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ഒരിടത്തോട്ട് കയറുക, അവിടെ നിന്ന് ചാടുക, പിന്നെ അവിടെ നിന്ന് ചാടുക, ഇങ്ങനെ ചാടി നടക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അപ്പം ഇവർക്ക് ശരിയായൊരു രാഷ്ട്രീയ നിലപാടില്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ അലഞ്ഞ് തിരിഞ്ഞ് പ്രേതങ്ങളെ പോലെ നടക്കുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. ഒന്നിലുള്ളവരിടത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ട് ചാടി നടക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണ്. ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം, കേരള കോൺഗ്രസിൽ നിന്ന് വിജയ ജോസഫാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന് എല്ലാ മന്ത്രിസഭയിലും അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. ഒരു കാരണവുമില്ലാതെ അദ്ദേഹം എടുത്തൊന്ന് ചാടി UDF-ലേക്ക്. ഇന്ന് അദ്ദേഹം ഉണ്ടോയെന്ന് തന്നെ ആർക്കും അറിയത്തില്ല. ആ അവസ്ഥയിൽ അദ്ദേഹം ആയിരിക്കുക. ആർക്കും വേണ്ടാതെ അദ്ദേഹം ഇങ്ങനെ ഒതുങ്ങി കൂടി ഒരിടത്തങ്ങിരിക്കുക. എന്ത് ചെയ്യാനാ? അപ്പോൾ കിട്ടിയ അവസരം, ചാൻസുകൾ നഷ്ടപ്പെടുത്തിയിട്ട് വേറെ ഒന്നിലേക്ക് എടുത്ത് ചാടുക. അപ്പോൾ ഒന്നുമില്ലാതെ അവിടെയില്ല ഇവിടെയില്ല, അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില അനാഥപ്രേതങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. മിക്കവാറുമുള്ള പാർട്ടിയിലൊക്കെ ഉണ്ട്. സ്നാനമോഹങ്ങൾക്ക് വേണ്ടി ഓടുന്ന കുറേ ആൾക്കാർ, കുറേ നേതാക്കന്മാർ. ഇവരൊക്കെ നമ്മളെ ഭരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരെയൊക്കെ നമ്മൾ വിശ്വസിച്ച് അവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഏതൊരു PC തോമസ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. അദ്ദേഹം പറഞ്ഞ പലയിടത്തും ചാടി, ഇടതുപക്ഷത്ത് നിന്ന് അവിടെ MLA ആവുകയോ മന്ത്രിയാവുകയോ ഒക്കെ ചെയ്ത് അന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്ത് ചാടി BJP-യിലേക്ക് പോയി. കുറേ നാൾ അവിടെ കുറേ കഷ്ടങ്ങൾ അനുഭവിച്ച് രക്ഷയില്ലെന്നായപ്പോൾ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് വീണ്ടും UDF-ലേക്ക് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കുറച്ച് ഇങ്ങനെ അനാഥപ്രേതമായിട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു. പക്ഷെ ഇപ്പോഴ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളോ കേൾക്കാനൊന്നുമില്ല. അങ്ങനെ ചില ആൾക്കാർ
കിട്ടുന്നതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് കറങ്ങിയടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എങ്ങും ആരോ ഇപ്പോൾ UDF എന്ന് പറയുന്നത് അവരൊരു വലിയൊരു പടവൃക്ഷമാണ്. അതിനകത്ത് എല്ലാ നേതാക്കന്മാരും UDFിലെ എല്ലാ നേതാക്കന്മാരും എല്ലാവരും ആഗ്രഹിക്കുന്ന മുൻപന്തി ഭരണം, MLA ആണ്, MP ആണ്, മന്ത്രിയാണെന്നും പറഞ്ഞ് താഴെ മുതൽ മേളി വരെയുള്ള ആൾക്കാർ ഇതേ ആഗ്രഹിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരുത്തരം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ട്? വേറെ ഇടത്തൊന്നും വന്ന് അവരൊരിക്കലും ആ സാധനം കൊടുക്കത്തില്ല. വേണമെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങി നിന്നു, വേറെ അവസരങ്ങളൊന്നും ചോദിക്കില്ല. അത്രയേ ഉള്ളൂ UDFിൻ്റെ അവസ്ഥ. അവർ പെട്ടെന്നൊന്നും ഒരുത്തനെ എടുത്ത് ഏണിയിലൊന്നും വെക്കത്തില്ല, നല്ല അവസരങ്ങൾ കൊടുക്കത്തില്ല. വേണമെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. കാര്യം അവരുടെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ, നേതാക്കന്മാർ അവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പം അവരെല്ലാം ആഗ്രഹിക്കുന്നത് അവർക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടണം എന്നുള്ള തീരുമാനം. അതുതന്നെയാണ് ഇപ്പം തന്നെ ഒന്ന് മത്സരം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എത്ര പേരാണ് മത്സരിക്കുന്നത്, എത്ര പേരാണ് കുപ്പായം തയ്ച്ചിരിക്കുന്നത്, അവർക്ക് തന്നെ എണ്ണാൻ കഴിയുന്നില്ല. അതുപോലെയുണ്ട് UDFിനകത്ത് നിറയെ ആൾക്കാർ. അപ്പോൾ പുതുതായിട്ട് ഒരാൾ ചെന്നാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ചെന്ന് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആ സുഖം. അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ഇപ്പം നമുക്കറിയാം PC ജോർജിൻ്റെ അവസ്ഥ എന്താ, PC ജോർജിൻ്റെ മോൻ്റെ അവസ്ഥ എന്താ, എങ്ങും ഒന്നുമല്ല. പിന്നെ ഞാൻ വലിയ BJPയുടെ ആളാണെന്നും പറഞ്ഞ് നടക്കാവുന്നേ ഉള്ളൂ. ജനമൊന്നും അംഗീകരിക്കുന്നില്ല അയാളെ. പിന്നെ അയാൾക്ക് കയറി ഇരിക്കാൻ ഒരു ഇടം കിട്ടി, ഒരു കസേര കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ BJPക്കകത്തൊന്നും ഒരു സാധനവും ഇല്ല. അവർ പറയുന്ന പോലെ ഇയാളെ അങ്ങ് വലിയ സാധനത്തൊക്കെ വെക്കുമെന്നുള്ള ധാരണയിലൊക്കെ ആയിരിക്കുന്നത്. അയാളെക്കാട് എത്രയോ നല്ല നേതാക്കന്മാർ BJP വന്നിട്ട് ഒന്നുമില്ലാതായി പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഓരോരുത്തരിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ചാടി നടക്കുന്നവർ നല്ല സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ചാടി കറങ്ങി നടന്നുകൊണ്ട് ജീവിതം തുലയ്ക്കുക. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ ഭാവിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ചില മന്ത്രിമാർ ഒന്നിനും കൊള്ളാത്ത ചില മന്ത്രിമാരുണ്ട്. അവരെ മാറ്റാൻ പറഞ്ഞാൽ പോലും LDF തയ്യാറാകുന്നില്ല, വീണ്ടും അവരെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചില പാഴ് കേസുകളുണ്ട് ആ പാർട്ടിയിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ, ഒരാളെപ്പോലും നമുക്ക് പറയാനൊക്കത്തില്ല, ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരാണ് ഇതിനടുത്ത ഒരു മുഖ്യമന്ത്രി? കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ആരുമില്ല. അടുത്ത മുഖ്യമന്ത്രി ആരും ഇടതുപക്ഷത്തിൻ്റെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. അതിന് പറ്റിയൊരു ഇടതുപക്ഷ നേതാവിനെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും കൊടുക്കത്തില്ല. പഴയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇല്ല, അതിന് പറ്റിയൊരു പാർട്ടിയൊന്നും ഇല്ല, ഇടതുപക്ഷത്തിനകത്തില്ല. അപ്പോൾ അവരുടെ ഇടയിലും പ്രശ്നങ്ങളാണ്. അപ്പം അവർക്ക് ഇനി ഒരു ഇടതുപക്ഷത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരാൻ, ഒരു പേര് നിർദ്ദേശിക്കുവാൻ ഇടതുപക്ഷത്തിന് പറ്റത്തില്ല. അതിന് പറ്റിയ നേതാക്കന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അവരുടെ അവസ്ഥ ഇനി എന്താവും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അത് ആ വിഷയം അങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാര വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.